നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2025 ജൂൺ മാസം 1-ാം തീയതി ഞായറാഴ്ച ദിവസമാണ്. ശനീശ്വരൻ്റെ അനുഗ്രഹം നിമിത്തം കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിച്ചിരുന്ന ദുരിതങ്ങൾ മാറി രക്ഷപ്പെടാൻ പോവുകയാണ് 15 നക്ഷത്രക്കാർ. ജീവിതത്തിൽ ഈ സമയം ശനീശ്വരൻ്റെ അനുഗ്രഹം പൂർണ്ണ തോതിൽ 15 നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം മുതൽ ലഭിച്ചു തുടങ്ങാൻ പോകുന്നു. 30 വർഷത്തിന് ശേഷം ശനീശ്വരൻ്റെ കൃപ 15 നക്ഷത്രക്കാരുടെ മേൽ ചൊരിയാൻ പോകുന്ന ദിവസമാണ് ആരംഭമായിരിക്കുന്നത്. സകലവിധ സൗഭാഗ്യങ്ങളും തേടിയെത്തുന്നതാണ്. ശനീശ്വരൻ നൽകുന്ന ഭാഗ്യത്തെ തടുക്കാൻ ആർക്കും സാധ്യമാവുകയുമില്ല. അതേപോലെ പലവിധ ദുരിതങ്ങൾ നൽകുന്നതിലും ചില സമയത്ത് ശനീശ്വരൻ യാതൊരു കരുണയും കാണിക്കാറില്ല. ഇവിടെ 15 നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും ഇന്ന് ജൂൺ 1 മുതൽ മാറ്റം തുടങ്ങിയിരിക്കുകയാണ്. വളരെയധികം ഭാഗ്യദായകമായ സമയമാണ് ശനീശ്വരൻ ഈ 15 നക്ഷത്രക്കാർക്ക് പ്രദാനം ചെയ്യാൻ പോകുന്നത്. ജീവിത വിജയമുണ്ടാകും, കർമ്മനേട്ടമുണ്ടാകും, വിദ്യാവിജയം, സന്തോഷം അനുഭവിക്കും, ഉന്നതി ഉണ്ടാകും. അപ്രതീക്ഷിത മേഖലകളിൽ നിന്ന് ധനം വന്നു ചേരും. ഭാഗ്യസമയം തന്നെയാണ് 15 നക്ഷത്രക്കാർക്ക് ജൂൺ 1, അതായത് ഇന്നു മുതൽ ആരംഭമായിരിക്കുന്നത്. ഈ 15 നക്ഷത്രക്കാരും ഇനിയുള്ള സമയങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ്. അത് ഇന്ന് തന്നെ തുടങ്ങുകയാണെങ്കിൽ വളരെയേറെ ശ്രേഷ്ഠമാണ്. കൂടാതെ ശാസ്താപ്രീതിയും വരുത്തണം. ശാസ്താക്ഷേത്ര ദർശനം അനിവാര്യം. യഥാശക്തി ശക്തിക്കൊത്ത വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെയേറെ ഫലം നൽകുന്ന സമയമാണ് തുടങ്ങിയിരിക്കുന്നത്. കാരണം ശനീശ്വരൻ്റെ അനുഗ്രഹം പൂർണ്ണഭാവത്തിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് നിങ്ങളുടെ പ്രാർത്ഥനകളാണ് വഴിതെളിയിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള പ്രാർത്ഥന എപ്പോഴും അനിവാര്യം തന്നെയാണ്. ശനീശ്വരൻ സകലവിധ അനുഗ്രഹങ്ങളും 15 നക്ഷത്രക്കാർക്ക് നൽകുകയാണ്. സഹസ്രകോടീശ്വര യോഗം തന്നെയാണ് ലഭിക്കുന്നത്. പല വഴികളിലൂടെ ധനം വന്നു ചേരും. അതായത് തടസ്സപ്പെട്ടിരിക്കുന്ന പല ധനങ്ങളും ഉണ്ടാകും. ലോണുകൾ പാസ്സാകാതെ വരുന്നത്, അല്ലെങ്കിൽ പൂർവിക സ്വത്തുകൾ ലഭിക്കുന്നതിന് തടസ്സം, അങ്ങനെയുള്ള എല്ലാവിധ തടസ്സങ്ങളും മാറി സമ്പത്തിൻ്റെ ഒരു ഒഴുക്ക് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. കടങ്ങൾ വീട്ടാൻ സാധിക്കുന്നതാണ്. ശനി ഒരുപാട് ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിതയ്ക്കുകയുണ്ടായി. അതൊക്കെയും ശനി തന്നെ പിഴുതു മാറ്റാൻ പോകുന്ന ഒരു സമയമാണ് ലഭിക്കാൻ പോകുന്നത്. ഇനി മുതലുള്ള കാലം ധനമൊക്കെ തിരികെ ലഭിക്കുന്നതാണ്. അതായത് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ധനങ്ങൾ പല മാർഗങ്ങളിൽ നഷ്ടപ്പെട്ട് നിങ്ങളെ പാപ്പരാക്കിയിരുന്നു ശനി തന്നെ. ആ ശനി തന്നെയാണ് നിങ്ങളിലേക്ക് ഈ അലച്ചിലുകളൊക്കെ മാറ്റി ഭാഗ്യത്തെ ഇന്നു മുതൽ പ്രദാനം ചെയ്യാൻ പോകുന്നത്. കൂടാതെ വിദേശവാസം. ഒരുപാട് നാളുകളായി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ പലവിധ തടസ്സങ്ങൾ അതിന് തടയിട്ടുകൊണ്ടിരുന്നു. ആ തടസ്സങ്ങൾ മാറി വിദേശ ഭാഗ്യം ഇന്നു മുതലുള്ള സമയം ഈ 15 നക്ഷത്രക്കാർക്കും ലഭിക്കുന്നതാണ്. അതായത് ഇപ്പോൾ ഏതെങ്കിലും വിധത്തിൽ വിദേശത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ആളുകൾക്ക് യാത്ര സുഗമം ആകുന്ന സമയമെന്ന് തന്നെയാണ് പറയുന്നത്. മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകുന്നതാണ്. ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ, നഷ്ടപ്പെട്ടു പോയ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയം ശനിയാഴ്ച വ്രതം എടുക്കുന്നതും ശനിയാഴ്ച ദിവസങ്ങളിൽ പ്രാർത്ഥനകൾ നടത്തുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഒക്കെ വളരെയധികം ഫലം ചെയ്യുന്നതാണ്. ഈ ഒരു വേളയിൽ ഈശ്വരാധീനം ധാരാളം ഉള്ളതിനാൽ തന്നെ ഏതു കാര്യവും ഫലവത്താകുന്നതാണ്. അപ്പോൾ ഈശ്വരാധീനത്തെ വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. പ്രാർത്ഥന, നാമജപം, ഇതൊക്കെയുമാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറയാൻ പോകുന്ന ഫലങ്ങളെ പൂർണ്ണ തോതിൽ എത്തിക്കുന്നതിനുള്ളൊരു വഴിയായി മാറുന്നത്. അതുകൊണ്ട് പ്രാർത്ഥന വളരെ അനിവാര്യം. നേർച്ചകൾ, പ്രാർത്ഥനകൾ, ഇതൊക്കെയും ഇനി ഫലം കാണാൻ പോവുകയാണ്. ഒരുപാട് നേർച്ച കാഴ്ചകൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അത് ജോലി സംബന്ധമായി, അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറുന്നതിന്, കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ, ദാമ്പത്യ ജീവിതം സന്തോഷകരമാകാൻ, അങ്ങനെ എല്ലാവിധ കാര്യങ്ങൾക്കും പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ നടത്തിയെങ്കിൽ പോലും അതൊന്നും ഗുണമായി വന്നില്ല. ശനിയുടെ ഈ ഒരു സമയദോഷം, അല്ലെങ്കിൽ ശനി നിങ്ങൾക്ക് വിതച്ച സമയദോഷം നിമിത്തം. പക്ഷേ ഇവിടെ ഇന്ന് ജൂൺ മാസം 1-ാം തീയതി മുതൽ കാര്യങ്ങളൊക്കെ മറിയാൻ പോവുകയാണ്. ശനി ഇനി ഭാഗ്യമാകാൻ പോവുകയാണ് നിങ്ങൾക്ക്. അപ്പോൾ ആ 15 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയം ഇന്നു മുതൽ തുടങ്ങിയിരിക്കുകയാണ്. ദാമ്പത്യ പ്രശ്നങ്ങൾ, കലഹങ്ങൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ജീവിത പങ്കാളിയോടൊത്ത് സന്തോഷമായ നിമിഷങ്ങൾ ചിലവഴിക്കാൻ സാധിക്കും. വീട് പണിയാനോ അല്ലെങ്കിൽ പണിത വീട് വാങ്ങാനോ ഉള്ള ഭാഗ്യമുണ്ടാകുന്നതാണ്. മാതാപിതാക്കളുടെ അനുഗ്രഹം വന്നു ചേരുന്നതാണ്.
വാഹനം മാറ്റി വാങ്ങാനുള്ള ഭാഗ്യമുണ്ടാകും. നിക്ഷേപങ്ങൾക്ക് നല്ല സമയമാണ്. അന്യദേശവാസം ഈ സമയം ശനി നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോകേണ്ടതായ, അതായത് ജോലിയുമായി ബന്ധപ്പെട്ട് അന്യദേശത്തേക്ക് പോകേണ്ട സമയമാണ്. കുടുംബ അന്തരീക്ഷം മെച്ചപ്പെടുന്നതാണ്. പ്രതികൂല സാഹചര്യങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നതാണ്. ജീവിതത്തിൽ ഒരു പുരോഗതി വന്നു ചേരുന്ന സമയമാണ് ജൂൺ 1 മുതൽ പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക്. അപ്പോൾ ഇനിയുള്ള സമയം കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടമാണ്. ചില സമ്മാന പദ്ധതികളിലൊക്കെ വിജയമാകാനും ഭാഗമാകാനും ഒക്കെയുള്ള സാധ്യതയുണ്ടാകുന്നുണ്ട്. ഉദ്യോഗമാറ്റം ഉണ്ടാകും. കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് വിജയം ഉറപ്പ് തന്നെ. ജോലിയുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾ, ജോലി സ്ഥലത്തൊക്കെയുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നതാണ്. എല്ലാ കാര്യങ്ങളെയും ഇനി നിഷ്പ്രയാസം ചെയ്തു തീർത്ത് അത് വിജയക്കൊടി പാറിക്കാൻ നിങ്ങൾക്ക് ശനിയുടെ പിന്തുണ ധാരാളമായി ഉണ്ടാകും. പുതിയ അവസരങ്ങളൊക്കെ വന്നു ചേരും. ആ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വിജയമായി മാറുന്ന സമയമാണ് ജൂൺ 1, അതായത് ഇന്നു മുതൽ ആരംഭമായിരിക്കുന്നത്. അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കും 7ര ശനിയുടെ ദുരിതങ്ങളൊക്കെ പൂർണ്ണമായി വിട്ടുമാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നേട്ടം ഇന്നു മുതൽ ആരംഭമാകുന്നുണ്ട്. ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ മാറും. ജോലിയില്ലാതെ വലയുന്ന ആളുകൾക്ക് ഇഷ്ട ഉദ്യോഗ ലബ്ധിയാണ്. കുടുംബത്തിലെ പ്രത്യേകത, അതായത് ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു ജീവിത സാഹചര്യമായിരുന്നു, അതൊക്കെ മാറി വളരെ ആർഭാടത്തോടെ കുടുംബാന്തരീക്ഷം മെച്ചപ്പെട്ട രീതിയിൽ മാറുന്നതാണ്. സമാധാനം വന്നു ചേരുന്ന സമയമാണ്. ക്ഷേത്ര ദർശനങ്ങളൊക്കെ ഇനി ഫലം കാണുന്ന സമയങ്ങളാണ്. അതുകൊണ്ട് അത് ഇനി നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. കുടുംബത്തിലൊരു ശാന്തത, ഒരു സമാധാനം, ഐക്യം എന്നിവ ശനി തന്നെ പ്രദാനം ചെയ്യുകയാണ്. ഇതെല്ലാം തല്ലിക്കെടുത്തിയ ശനി തന്നെയാണ് ഇനി നിങ്ങളിലേക്ക് ഭാഗ്യം തരുന്നത് എന്നതുകൂടി മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ഭാഗ്യത്തെ കളയാൻ ആരാലും സാധ്യമാകുകയില്ല. പലവിധ മാർഗ്ഗം, അതായത് ഒന്നിലധികം ധനമാർഗ്ഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നതാണ്. പരിശ്രമങ്ങളെല്ലാം പാഴായിപ്പോയിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇനി പരിശ്രമങ്ങൾക്ക് ഫലം കാണുന്നതാണ്. കൂടാതെ രോഗദുരിതങ്ങൾ, അനാവശ്യമായ ഒരുപാട് ആശുപത്രി വാസങ്ങൾ, രോഗദുരിതങ്ങളൊക്കെ നിങ്ങളെ വലച്ചിരുന്നു. ആ വലച്ചിലുകളൊക്കെ മാറുന്ന സമയമാണ് തുടങ്ങുന്നത്. സ്വദേശത്തോ വിദേശത്തോ ജോലി അന്വേഷിക്കുന്നവർക്ക് ഉത്തമമായ ജോലി ലഭിക്കുന്ന സമയം. കൂടാതെ ഉപരിപഠനത്തിനുള്ള ഭാഗ്യമുണ്ടാകുന്നതാണ്. വിദേശത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിദേശ യാത്രയും ആ ഉപരിപഠനത്തിനുള്ള മാർഗങ്ങളുമൊക്കെ തെളിയുന്ന സമയമാണ്. കളിയാക്കിയവരും പുച്ഛിച്ച് തള്ളിയവരും ഇനി നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങളുടെ സഹായത്തിനുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന അവസരമാണ് ശനി ഒരുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ മലയാള മാസത്തിലെ ആദ്യ ശനിയാഴ്ച വരുമ്പോഴും ശാസ്താക്ഷേത്ര ദർശനം നടത്തണം. നീരാഞ്ജനമൊക്കെ വഴിപാടായി സമർപ്പിക്കുന്നതും ശനിയാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുകയും പിൻവിളക്ക്, ജലധാര ഇതൊക്കെ സമർപ്പിക്കുക. കൂടാതെ ശാസ്താവിൻ്റെ പ്രീതി വളരെ അത്യാവശ്യമാണ്. ശാസ്താപ്രീതി, ശാസ്താക്ഷേത്ര ദർശനം നടത്തി ഒരു നാളികേരമൊക്കെ തലയ്ക്കൊഴിഞ്ഞ് ഒന്ന് ഉടയ്ക്കുകയൊക്കെ ചെയ്താൽ വളരെയധികം മാറ്റം അതിലൂടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. മാറ്റ സമയം തന്നെയാണ്, എങ്കിലും ഈ ഗുണങ്ങളൊക്കെ നമ്മളിലേക്ക് പൂർണ്ണമായി എത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ അതിനായി ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യമാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട മനസ്സന്തോഷമുണ്ടാകുന്ന സമയമാണ്. തൊഴിലിടങ്ങളിൽ നിന്ന് നേട്ടമുണ്ടാകും, തൊഴിൽ നേട്ടമുണ്ടാകും. ബിസിനസ് വിജയം കാണും. സാമ്പത്തികമായി സന്തോഷമുണ്ടാകുന്ന സമയം. തൊഴിൽ നേട്ടമെന്ന് പറയുമ്പോൾ തൊഴിലില്ലാതെ വലയുന്നവർക്ക് ഉത്തമ ഉദ്യോഗ ലബ്ധി എടുത്തു പറയാം. സന്താന സൗഭാഗ്യം, പരീക്ഷാ വിജയം, ഉപരിപഠന യോഗം, തടസ്സങ്ങളൊക്കെ നീങ്ങിയ ഒരു ജീവിതം, ഇതൊക്കെ ശനി പ്രദാനം ചെയ്യുന്നു. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. അതിനാൽ തന്നെ ഏതു കാര്യങ്ങളെയും ഭയമില്ലാതെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും. ഉയർന്ന ആളുകളുമായിട്ടൊക്കെ ബന്ധങ്ങൾ സ്ഥാപിക്കാനും അതുവഴി പുതിയ ജീവിത മാർഗങ്ങൾ, അതായത് ചില ജോലികൾ അല്ലെങ്കിൽ ചില പ്രോജക്റ്റ് വർക്കുകൾ ഇതൊക്കെ കിട്ടാനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട്. പുതിയ പല കർമ്മ പദ്ധതികൾക്കും ആവിഷ്കരണം നടത്താൻ സാധിക്കുന്ന സമയമാണ്. ആദരവുകൾ വന്നു ചേരും. അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും ശനി നിങ്ങൾക്ക് പ്രദാനം ചെയ്യുകയാണ്. ഈ ജൂൺ 1 മുതൽ വളരെ അധികം പ്രതിസന്ധികളുള്ള ജീവിതമായിരുന്നു. പ്രതിസന്ധികൾ മാറും. ഈശ്വര പ്രാർത്ഥന വളരെയധികം അനിവാര്യമാണ്. കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ ഉണ്ടാകും. ഉത്തമ തൊഴിൽ ലബ്ധി എന്ന് മാത്രമല്ല ഇഷ്ട തൊഴിൽ ലബ്ധി കൂടി ഉണ്ടാകുന്നുണ്ട്. സർക്കാർ വേതനം ലഭിക്കാനുള്ള യോഗം കൂടി ശനി ഇവിടെ നൽകുന്നുണ്ട്. ഉത്രാടം,
തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്കും വിദേശ യാത്ര എന്ന നീണ്ട നാളത്തെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന സമയമാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ നീങ്ങും, ബിസിനസ്സിൽ നേട്ടം കണ്ടെത്തും, വിവാഹ യോഗം തെളിയുന്നുണ്ട്, ഉത്തമ ഇണയെ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട്, ഉദ്യോഗലബ്ധി, കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് അതുകൊണ്ട് നേട്ടം ഉണ്ടാക്കാനായി സാധിക്കും. പല രീതിയിലുള്ള ധനമാർഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ തെളിയുന്നതാണ്. പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ മാറി നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ഭൂമി നിങ്ങളിലേക്ക് അല്ലെങ്കിൽ ധനം നിങ്ങളിലേക്ക് എത്തിച്ചേരും. ബന്ധു സമാഗമമുണ്ടാകും. പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട് ചില ബന്ധുക്കളുമായി അകൽച്ചയുണ്ടായിരുന്നു, അകൽച്ചയൊക്കെ മാറി അവരുടെ ഒരു സമാഗമം നിങ്ങൾക്ക് ഒരുപാട് ആശ്വാസമേകുന്നതാണ്. അംഗീകാരങ്ങൾ വന്നു ചേരും. സന്താന യോഗം, ഉത്തമ സന്താന യോഗം. അതേപോലെ സന്താനം ഇല്ലാതെ വിഷമിക്കുന്ന ആളുകൾ എന്തെങ്കിലും ചികിത്സയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചികിത്സയ്ക്ക് ഇനി ഫലം കാണുന്ന സമയം കൂടിയാണ്. കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം, ചിട്ടി, പാട്ടം തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നൊക്കെ നേട്ടമുണ്ടാകാൻ സാധിക്കുന്ന സമയമാണ്. എല്ലാവിധ അസുഖങ്ങളുമൊക്കെ മാറി കഴിക്കുന്ന മരുന്നുകളൊക്കെ ഇനി ഫലിച്ചു തുടങ്ങുന്ന സമയം തന്നെയാണ്. അവസരങ്ങൾ വരും, പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുക. മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങുക. അതായത് മുതിർന്നവരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും വേദനിപ്പിക്കാതിരിക്കുക. അത് ശനിയുടെ വീണ്ടും അപ്രീതിക്ക് വഴിതെളിക്കും. അതുകൊണ്ട് മുതിർന്നവരുടെ അനുഗ്രഹം നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. എല്ലാവരെയും ബഹുമാനിച്ച് മുന്നോട്ട് പോവുക. വാക്കുകൾ, അവർ പറയുന്ന വാക്കുകളൊക്കെ ചെവിക്കൊള്ളുക, അതിനെ തള്ളിക്കളയാതിരിക്കുക. ശനിയുടെ അനുഗ്രഹം കൂടുതലായി നിങ്ങളിലേക്ക് ഇതുവഴിയൊക്കെ എത്തിച്ചേരുന്നതാണ്. വളരെ നല്ല സമയമാണ് ഇന്നു മുതൽ തുടങ്ങിയിരിക്കുന്നത്. ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്കും ധനധാന്യ സൗഭാഗ്യ സമയം തുടങ്ങിയിരിക്കുന്നുണ്ട്. ആഗ്രഹിച്ച ജോലി ലഭിക്കുന്നതാണ്. ഭവന നേട്ടം, അതായത് ഉത്തമമായ ഒരു ഭവനം നിർമ്മിക്കാനോ നിർമ്മിച്ചത് വാങ്ങാനോ ഉള്ള യോഗമുണ്ടാകും. ജോലിയിൽ നേട്ടമുണ്ടാകുന്നതാണ്. പുതുഗൃഹവാസം, ഈ ഒരു 4-5 മാസത്തിനുള്ളിൽ പുതുഗൃഹവാസത്തിനുള്ള യോഗം ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഗൃഹം ഒന്ന് മൂടി പിടിപ്പിക്കേണ്ടതായോ എങ്ങനെയായാലും ഗൃഹവുമായി ബന്ധപ്പെട്ട് അല്പം ആഡംബരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. സകലവിധ ഭാഗ്യവും തടഞ്ഞു വെച്ചിരുന്ന ശനി തന്നെ നിങ്ങളിലേക്ക് ഭാഗ്യം ചുരുക്കുകയാണ്. ഇനി വ്യാഴത്തിൻ്റെ ആനുകൂല്യം കൂടി നിങ്ങൾക്ക് ജൂൺ മാസത്തിന് ശേഷം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇരട്ടി ഭാഗ്യമെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിശേഷിപ്പിക്കാവുന്ന സമയം തന്നെയാണ് തുടങ്ങുന്നത്. കുടുംബത്തിൽ സന്തോഷം, ശാന്തത, സമാധാനം ഇതൊക്കെ വന്നു ചേരും. പുതിയ ബിസിനസ്സിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ മനസ്സിലുണ്ടെങ്കിൽ ആ പ്ലാനൊക്കെ പൂർത്തീകരിക്കാനുണ്ട്. ശനി സഹായിക്കുന്നുണ്ട്. മെച്ചപ്പെട്ട ആരോഗ്യം വന്നു ചേരുന്നതാണ്. കഴിഞ്ഞ 2.5 വർഷമായി അനുഭവിച്ചുകൊണ്ടിരുന്ന പലവിധ ദുഃഖങ്ങൾക്കും അല്ലെങ്കിൽ പലവിധ ദോഷങ്ങൾക്കുമുള്ള മാറ്റമായിട്ടാണ് ഈ ജൂൺ മാസത്തെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. നേതൃത്വ പദവിയിലേക്കോ അല്ലെങ്കിൽ ജോലിയിൽ പ്രമോഷനോ ഒക്കെ സാധ്യതയുണ്ട്. കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ മേൽ വന്നു ചേരുന്ന സമയം കൂടിയാണ് ഇവിടെ ശനി അനുഗ്രഹമായി നിങ്ങൾക്ക് നൽകുന്നത്. വളരെ നല്ലൊരു മാറ്റമാണ് ജൂൺ മാസം മുതൽ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത്.